ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഇളനീർ പുഡിംഗ് ആണ്. സാധാരണ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ട് ഗ്ലാസ് പുഡിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇളനീരിൻ്റെ പൾപ്പ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇളനീർ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇളനീറിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പൾപ്പായതുകൊണ്ട് ഒരു ഇളനീറിൻ്റെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ പൾപ്പാണ് കിട്ടിയെങ്കിൽ ഒരു 2 ഇളനീറിൻ്റെ എടുത്തോളൂ. പിന്നെ നമുക്ക് ആ ഒരു ബാക്ക് സൈഡിലുള്ള ബ്രൗൺ നിറത്തിലുള്ളതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളവും നമുക്ക് ഈ ഒരു പുഡിങ്ങിന് വേണം. ഇളനീറിൻ്റെ വെള്ളം ഞാൻ ഇത് അളന്ന് നോക്കുമ്പോൾ 1.25 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1.25 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്കായിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇനി നമുക്ക് ആദ്യം ഒന്ന് ചൈന ഗ്രാസ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് പാക്കറ്റിൽ ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൾപ്പ്, ഞാനൊരു കുറച്ച് പൾപ്പ് ഒരു ചെറിയൊരു പീസ് ഇതുപോലെ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള പൾപ്പ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളവും കൂട്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ചിലർ ഇത് ഒരുപാട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി താല്പര്യം ചെറുതായിട്ട് നമുക്ക് കടിക്കുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇളനീർ വെള്ളവും കാമ്പും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഈ ഒരു ചൈന ഗ്രാസ് ഒക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെയും മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് 2 ഗ്യാസ് സ്റ്റോപ്പിൽ, ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ പാല് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും വെക്കുന്നുണ്ട്. ആ ഒരു രീതിക്ക് വേണം നമ്മൾ വെക്കാനായിട്ട്. രണ്ടും ഒരേ സമയത്ത് ചെയ്യുക. അല്ലാതെ നമ്മൾ ആദ്യം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കട്ട പിടിച്ചിട്ടിരിക്കും. അതുപോലെ ഒരേ ടെമ്പറേച്ചറിൽ വേണം നമ്മളിത് പാലിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പാല് പിരിയാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പാലിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി കുറച്ച് മധുരം കൂടുതലാണെങ്കിൽ നമുക്ക് തണുത്ത് വരുമ്പോൾ ഒരുപാടൊന്നും മധുരം ഉണ്ടാവില്ല. പുഡിംഗ് ആണല്ലോ, അപ്പോൾ ഏകദേശം എല്ലാവർക്കും നല്ല മധുരത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മറ്റേ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് ചൈന ഗ്രാസ് മെൽട്ടായി വരുന്നുണ്ട്. ചെറിയ ചെറിയ തരികളുണ്ടാവും. അത് നമ്മൾ ചൂടുള്ള പാലിലേക്ക് ചേർക്കുമ്പോൾ അങ്ങ് മെൽട്ടായിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വന്നാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പാലും തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്നല്ലോ നമ്മൾ ഇളനീരിൻ്റെ പൾപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടിയിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടല്ലേ ഉള്ളത്. പാലിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന ആ ഒരു ചൂടുണ്ടാവില്ല ഇപ്പോൾ പാല്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മുടെ ചൈന ഗ്രാസിനും അതുപോലെ തന്നെ പാലിനും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പാല് പിരിയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ പിരിഞ്ഞതുപോലെ തോന്നിയാൽ അത് പിരിഞ്ഞതല്ല, നമ്മൾ ഇളനീരിൻ്റെ ചെറിയ ചെറിയ പൾപ്പുണ്ടല്ലോ അതൊക്കെ കൂടി നിന്നിട്ട് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും മെൽട്ടാവാത്ത കിടക്കുന്ന ആ ഒരു ചൈന ഗ്രാസൊക്കെ അങ്ങ് മെൽട്ടായിക്കോളും. എന്നിട്ട് ഓഫ് ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ ട്രേയിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഡിസ്പോസിബിൾ ട്രേയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് പുറത്ത് വെച്ച് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, താഴത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് പാർട്ടികളിലൊക്കെ കുറേ സമയം പുറത്തിരുന്നാലും മെൽട്ടായി വെള്ളം പോലെ ആയിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിലാണ് നമ്മൾ ചൈന ഗ്രാസിൻ്റെ മെഷർമെൻ്റ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചൈന ഗ്രാസ് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം പകുതിയും കുറച്ചുകൂടി എടുത്താൽ മതി ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ. പാലും അതുപോലെ തന്നെ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൾപ്പ് ചെറുതായിട്ട് മുകളിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മൾ രണ്ടാമത്തെ ട്രയൽ ചെയ്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത്. ഇങ്ങനെ സെറ്റാകുന്നതിന് മുമ്പ് പൾപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു മുകളിൽ ഗാർണിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ തന്നെ, പുറത്ത് വെച്ചാൽ തന്നെ സെറ്റായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, കട്ട് ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് പുഡിങ്ങിൻ്റെ നല്ല ക്രീമി ആയിട്ട് നല്ല സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ടൊക്കെ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ഇതുപോലെ ഇത്രയ്ക്ക് നമുക്ക് കട്ടിയിൽ വേണ്ടെന്നാണെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ചോളൂ. ചൈന ഗ്രാസ് നമുക്ക് അത്രയ്ക്ക് നല്ലതല്ലല്ലോ ഹെൽത്തിന്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ കുറേ സമയം പുറത്തൊക്കെ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചൈന ഗ്രാസ് എടുക്കാം. എന്ന് ഞാൻ ഈ ഒരു ബൗളിലുള്ളത് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിന് കുറച്ച് ബദാം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത ബദാം വെച്ചിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളല്ലേ, ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അധികം ആൾക്കാരും ട്രൈ ചെയ്യുന്നതായിരിക്കും ഇളനീറിൻ്റെ പുഡിങ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.